അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. ഒറ്റ ഹദീസ് ഞാൻ പറഞ്ഞു തരാം. പള്ളിയിലെ ഖതീബ് ഒരു തെറ്റ് ചെയ്തു. ഖതീബിനാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. പള്ളിയിലെ ഉസ്താദ് ഒരു തെറ്റ് ചെയ്തു. നിങ്ങളെല്ലാവരും അറിഞ്ഞു. ഉസ്താദിന് മനസ്സിലായി ഉസ്താദ് ചെയ്തത് തെറ്റാണ്. അവസാനം ഉസ്താദ് തൗബ ചെയ്ത് അല്ലാഹുവിൽ മടങ്ങി. പടച്ചോനെ, ഞാൻ ചെയ്തത് തെറ്റാ, പുറത്ത് ദുആ ചെയ്ത് മടങ്ങി. മാസങ്ങൾ കഴിഞ്ഞിട്ട് ഉസ്താദിനെ വീണ്ടും കാണുമ്പോൾ പണ്ട് ഇയാള് കളിയാക്കൽ. ഉസ്താദ് തെറ്റ് ചെയ്തു, ആ തെറ്റിന്റെ പേരിൽ തൗബ ചെയ്തു മടങ്ങിയതിനു ശേഷവും പിന്നെയും കാണുമ്പോ പണ്ട് വേലിയാടിയ ആളാന്ന് പറയുന്ന പോലെ കളിയാക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അങ്ങനെ കളിയാക്കുന്നവനോട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, മോനെ, നീ അങ്ങനെ കളിയാക്കിയ നീ മരിക്കുന്നതിന് മുമ്പ് ആ പാപം ചെയ്തിട്ടേ മരിക്കൂ എന്ന് അള്ളാന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി. ചെയ്ത തെറ്റ് അവൻ തൗബ ചെയ്ത് മടങ്ങിയതിനു ശേഷം പിന്നെ അവനെ കളിയാക്കുമ്പോ നീ ഓർത്തോണം, അവൻ മൂട്ടിച്ചിട്ടുണ്ടെങ്കിൽ നീയും മൂട്ടി, അവൻ പെണ്ണ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നീയും പെണ്ണ് പിടിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉസ്താദിന് വേറെ ഒന്നുമില്ല, പാവം. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഉസ്താദന്മാർ വേറെ ആരെങ്കിലും പറഞ്ഞ വിവാദങ്ങൾ, അപ്പൊ ഉസ്താദ് കുഴപ്പമില്ല, നമ്മളൊരു ജിൻസാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അള്ളാഹു സുദീർഘമായ കാലം ഈ സമുദായത്തിന് വേണ്ടി ദഅവത്ത് ചെയ്യാനുള്ള ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട 4 പേരുടെ മുന്നിൽ കളിയാക്കുമ്പോൾ 4 പേരുടെ മുന്നിൽ നിങ്ങൾ ഒരുത്തനെ കളിയാക്കിയ നീ മനസ്സിലായിക്കോണം, നീ മരിക്കുന്നതിന് മുമ്പ് 40 പേരുടെ മുന്നിൽ നാറുന്നു. 4 പേരുടെ മുന്നിൽ നീ ഒരുത്തനെ കളിയാക്കിയ നീ മനസ്സിലായിക്കോണം, നീ മരിക്കുന്നതിന് മുമ്പ് 4 അല്ല 40 പേരുടെ മുന്നിൽ നാറും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുത്തന്റെ കണ്ണ് നിറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ കണ്ണ് നിറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നന്നാവാനുള്ള ഒരു അവസരമായി കണ്ടോ. അള്ളാഹിനോട് ദുആ ചെയ്യ്, അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യ്. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ അള്ളാഹിനോട് ദുആ ചെയ്യും. ഞാനും നിങ്ങളും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. വരുമ്പോഴും ഒരു ചെറുപ്പക്കാരനെ കണ്ടു പൊട്ടിക്കരഞ്ഞു. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വഴുതിന് വരുമ്പോഴും എപ്പോഴും കാണുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ വല്ലാത്ത കരച്ചിൽ, പൊട്ടിക്കരയുക. സാധേ, എന്റെ കുഞ്ഞിന്റെ തലയിൽ ഒരു മുഴ വന്നിട്ട് 2.5 വയസ്സേ ഉള്ളൂ. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ട്യൂമർ ആണെന്ന് സംശയമുണ്ട്. ദുആ ചെയ്യണം. അല്ലാഹു ആ പൊന്നുമോന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ, റഹ്മാൻ റഹീമായ അല്ലാഹുവേ, മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ആ പൊന്നുമോന് നീ ശിഫ കൊടുക്കണേ അല്ലാഹുവേ, ശിഫ കൊടുക്കണേ അല്ലാഹുവേ. നിന്റെ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സാദാത്യങ്ങൾ, ലോകത്ത് നീ ആരെയൊക്കെ ഇഷ്ടപ്പെടുന്നു അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് ആ പൊന്നുമോന് നീ ശിഫ നൽകണേ അല്ലാ. ആ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാ. ആ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാ. സന്തോഷത്തോടെ തന്റെ വാപ്പയോടും ഉമ്മയോടൊപ്പം കടിച്ച് ചിരിച്ച് ഇനിയുള്ള കാലം ജീവിക്കാനുള്ള ഭാഗ്യം ആ പൊന്നുമോന് നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ടവർ, ഇതുപോലെ ഒരുപാട് പേരുണ്ട്. നമ്മൾ അല്ലാഹുവോട് എത്ര ദുആ ചെയ്താലും പടച്ചവൻ നമുക്ക് തരൂല. ചിലര് പറയുന്ന ഒരു വാക്കുണ്ട്, ഉസ്താദേ, ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹു എനിക്ക് തരുന്നില്ല. നോമ്പ് പിടിച്ചിട്ട് ദുആ ചെയ്യുന്നു, സദക്ക കൊടുത്തിട്ട് ദുആ ചെയ്യുന്നു, എന്നിട്ടും പടച്ചവൻ എനിക്ക് തരുന്നില്ല. കാരണം എന്തെന്നറിയാം? എല്ലാരും ഇങ്ങോട്ട് നോക്കി. നീ ദുആ ചെയ്തിട്ട് പടച്ചവൻ നിനക്ക് തരാത്ത എന്തെന്നറിയാം? ആരുടെയെങ്കിലും ദുആയിൽ 10 കാര്യങ്ങളില്ലെങ്കിൽ അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരുടെയെങ്കിലും ദുആയിൽ പറ മനുഷ്യന്മാരെ എന്ത് പിണങ്ങിയിരിക്കണം? നിങ്ങളുടെ ദുആ സ്വീകരിക്കാത്തതിന്റെ കാരണം എന്തേ? ആരുടെയെങ്കിലും ദുആയിൽ 10 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ ഒരു 10 കാര്യം പറഞ്ഞു തരാം, ഇൻഷാ അല്ലാഹ് അനുസരിക്കൂ. ഇതെന്തിനാ പെണ്ണുമ്പിള്ളയുടെ അടുത്ത് പിണങ്ങിയിരിക്കുന്ന പോലെ? ഞാൻ എനിക്ക് വാഴ നിർത്താം. ഞാനൊരു 10 കാര്യം പറഞ്ഞു തരാം. ഈ 10 കാര്യം ഉൾപ്പെടുത്തിയിട്ട് ദുആ ചെയ്താ നിന്റെ ദുആ സ്വീകരിക്കും. അല്ലാഹു പഠിക്കാനും പ്രവർത്തിക്കാനും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്യാന്നുള്ളവരൊന്ന് കൈവിട്ടു. ഒരു 10 കാര്യം ഞാൻ പറഞ്ഞു തരാം. പിശുക്കന്മാരും ഉണ്ടല്ലോ അല്ലാഹ് ഇതിനകത്ത്. ഇതും ചെയ്യാൻ വയ്യാത്തവരുണ്ട്. എന്റെ പൊന്നനിയ പൈസ കൊടുക്കണമെന്നല്ല, ഒരു 10 കാര്യം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1, നിങ്ങൾ ദുആ ചെയ്താ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ, ദുആഇന്റെ തുടക്കത്തിൽ ഹംദും സ്വലാത്തും പറയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ദുആ ചെയ്യാൻ അറബി അറിയാത്തവനാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ദുആ ചെയ്യുമ്പോൾ എങ്ങനെ തുടങ്ങണം? അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ. ഹംദും സ്വലാത്തും നിർബന്ധമായി പറയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദുആയിലെ ഒന്നാമത് ദുആ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താ? പറ മനുഷ്യന്മാരെ, എങ്ങനെ ഹംദും സ്വലാത്തും പറയുന്നത്? ഒന്ന് പറയുന്നേ. ഇതെന്ത് ചങ്ങായിമാര്, ഹിദർ നബി അലൈഹി സ്വലാമിന്റെ കൗമല്ല, അങ്ങനെ ആവരുത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ. എന്നിട്ട് നിങ്ങൾ അറിയുന്ന ഭാഷയെ ദുആ ചെയ്താൽ മതി. അല്ലാഹുക്ക് എല്ലാ ഭാഷയും അറിയാം. രണ്ട്, ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ, അള്ളാഹുവിന്റെ 99 പേരിൽ ഒരു 5 പേരെങ്കിലും നീ ദുആയിൽ പറയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് 99 പേരുണ്ട്. ആ 99 പേരിൽ ഒരു 5 എണ്ണമെങ്കിലും പറയണം. അള്ളാഹുവേ, നീ കരുണയുള്ളവന, നീ ദയാലുവ, നീ പടച്ചവനെ മാലിക്, ഞങ്ങളുടെയൊക്കെ സിട്ടാവ, ഞങ്ങളുടെ കണ്ണ് നിറയുന്ന നിനക്ക് ഇഷ്ടമല്ലല്ലോ അല്ല. ഇതുപോലെ പടച്ചവന്റെ പേരിൽ ഒരു 5 പേരെങ്കിലും നീ ദുആ ചെയ്യുന്ന സമയത്ത് പറയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം ഒരെണ്ണം വെച്ച് പഠിച്ചാൽ മതി. ഒരു ദിവസം ഒരു പേര് വെച്ച് പഠിച്ചാൽ മതി. 99 ദിവസം കൊണ്ട് നിനക്ക് അള്ളാന്റെ പേര് മുഴുവനും പഠിക്കാൻ പറ്റും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ എന്ത്? ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ അള്ളാന്റെ പേരിൽ 5 പേര്. മൂന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആവശ്യക്കാരൻ നീയാണെന്നുള്ള ബോധം നിനക്കുണ്ടാകണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ ചെയ്യുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നെ കൊണ്ട് അള്ളാഹിക്ക് ഉപയോഗമൊന്നുമില്ല, അള്ളാഹെ കൊണ്ട് നിനക്കാണ് ഉപയോഗം. പള്ളിയിലെ ഖതീബ് ഉസ്താദ് ഇരുന്ന് അങ്ങോട്ട് ദുആ ചെയ്യുമ്പോൾ, ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോൾ ചിലർക്ക് കൈയൊന്നും ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല, ചിലർക്ക് കൈയൊന്നും ഉയർത്തി പിടിക്കാൻ തന്നെ സമയമില്ല. ചിലരാണെങ്കിൽ പിന്നെ വെട്ടിയിട്ടിരിക്കുക ഇങ്ങനെ തറയിൽ കിട. മറ്റു ചിലരാണെങ്കിൽ തിന്നാനിരിക്കണ പോലെ ഇട്ട് 2 കാല് ഇങ്ങനെ വെച്ചിട്ട് ഇരിപ്പുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ചമ്മണം കൂട്ടി ഇരിക്കാന്ന് പറയും. ഇവിടെ എന്താ പറയുക? ബിരിയാണി സദ്യ ഒന്നായിരിക്കണ പോലെ ഇരിക്കുക പള്ളിക്കകത്ത്. എന്റെ ചങ്ങാതി ദുആ ചെയ്യുമ്പോ നീയാണ് ആവശ്യക്കാരൻ, അള്ളയല്ല. ആ ബോധം നിനക്കുണ്ടാകണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാനെ കുറ്റപ്പെടുത്താൻ പാടില്ല ദുആ ചെയ്യുന്ന സമയത്ത്. ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാനെ കുറ്റപ്പെടുത്തരുത്. അള്ളാനെ കുറ്റപ്പെടുത്തുന്ന എങ്ങനെ? അള്ളാഹുവേ, ഞാനും അവനും ഒരു കടയിൽ തന്നെയാ ജോലി ചെയ്യുന്നത്. പടച്ചവൻ, അവന് നീ അത് കൊടുത്ത് ഇത് കൊടുത്ത് എനിക്ക് മാത്രം ഒന്നും തന്നില്ലല്ലോ. ഞാനും ഇവന് ഒരുമിച്ച ഗൾഫിൽ പോയെ, ഒരേ കമ്പനിയിലാ ജോലി ചെയ്യണേ, ഒരേ ജോലി തന്നെ ചെയ്യണേ. പടച്ചവൻ, നീ എല്ലാം അവന് വാരി കൊടുത്ത് എനിക്കൊന്നും തന്നില്ല. എന്റെ കൂടപ്പിറപ്പുകളൊക്കെ നല്ല നിലയിലായി, ഞാൻ മാത്രം ഇങ്ങനെ താഴെ കിടക്കാം. 2 പേരും അള്ളാന്റെ അടിമയാണ്. അള്ളാനെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4ാമത്തെ കണ്ടീഷൻ, അള്ളാനെ കുറ്റപ്പെടുത്താൻ പാടില്ല. 5 അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾക്കും എതിരായി നീ ദുആ ചെയ്യാൻ പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്കും എതിരായി ദുആ ചെയ്താ നീ ചോദിക്കണ കാര്യം അല്ലാഹു നിനക്ക് തരൂല. പഠിച്ചവനെ, അവൻ കൊത്തുവാള എടുക്കണേ അല്ല, കടം കേറി മൂടി അവന്റെ ശരീരം ടിപ്പർ ലോറിയുടെ അടിയിൽ നിന്ന് തുടച്ചെടുക്കണേ അല്ല. ദുആ ചെയ്യാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ ദുആ ചെയ്യാ, പഠിച്ചവൻ അവൻ വലിയ വീടായി ഒന്ന് ഇടിഞ്ഞു കണ്ടിരുന്നെങ്കിൽ, കടം കേറി മുടിഞ്ഞിരുന്നെങ്കിൽ, എന്റെ എല്ലാം സർവ്വം നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ദുആ ചെയ്യാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്റെ അയൽവാസിക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട്, ബർക്കത്ത് കണ്ടിട്ട് നിങ്ങൾ കണ്ണ് തള്ളിയിട്ട് യാതൊരു കാര്യമില്ല. അയൽവാസിക്ക് നല്ലൊരു വീടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നല്ല വീടുണ്ട്, 2 നില വീടുണ്ട്, ഗൾഫിൽ ജോലിയാണ്, നല്ല കച്ചവടമൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അയൽവാസി റോഡിൽ കുഴിയെടുത്ത് ജീവിക്കുന്നവനാ, അല്ലെങ്കിൽ മീൻ കച്ചവടക്കാരനാ, അവന്റെ കുടിലിനകത്ത് പോലുള്ള സന്തോഷം സമാധാനവും നിങ്ങളുടെ വീട്ടിലില്ല. അള്ളാഹു ബർക്കത്തെടുത്ത് കളയും. അള്ളാഹു ബർക്കത്തെടുത്ത് കളയുന്നത് കൊണ്ടാണ്. അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാന്റെ പ്രവാചകൻ പറയുന്നത്, ദുആ ചെയ്യുമ്പോൾ സ്വീകരിക്കണമെങ്കിൽ 5ാമത്തെ കണ്ടീഷൻ എന്ത്? മറ്റൊരുത്തൻ നശിക്കാൻ വേണ്ടി ദുആ ചെയ്യുക. മറ്റൊരാൾ നശിക്കാൻ വേണ്ടി ദുആ ചെയ്താ നീ ചോദിച്ച കാര്യം അള്ളാഹു നിനക്ക് തരില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് നൽകിയ കാര്യങ്ങളിലൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നൽകിയതിലൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്തുണ്ടാവാൻ ഒരു കാര്യം പറഞ്ഞിട്ട്,
അള്ളാഹു നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ, വീട്ടിൽ, കച്ചവടത്തിൽ, മക്കളിൽ, ഭാര്യയിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ മുഴുവൻ നല്ല കാര്യങ്ങളിലും ബർക്കത്ത് ഉണ്ടാവാനുള്ള ഒരു കാര്യം പറഞ്ഞു തരട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യൂ. ചെയ്യണ്ട, വീട്ടിൽ ഉണ്ടോ നോക്കിയാൽ മതി. ഞാനൊരു 4 കാര്യം പറഞ്ഞു തരാം. നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആരുടെയെങ്കിലും വീട്ടിൽ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരുടെയെങ്കിലും വീട്ടിൽ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ ബർക്കത്ത് ഇറങ്ങുന്നു. ഞാൻ പറയുന്ന കാര്യം വീട്ടിലുണ്ടോ ഇല്ലയോ എന്ന് മാത്രം ഹിലർ നിവാസികളൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. 1, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക എന്ന ഹദീസിൽ കാണാം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അശ്ശാത്തു ഫിദ്ദാരി ഫീഹിന്ന ബറക. ആരുടെയെങ്കിലും വീട്ടിൽ ആടുണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ ബർക്കത്ത് ഇറങ്ങുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി.